തമിഴ്നാട് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അന്തിമ പ്രീ പോൾ സർവേ ഫലം കൂടി എത്തിയിരിക്കുന്നു. വലിയ അട്ടിമറികളൊന്നുമില്ല. തമിഴ്നാടിന്റെ തിളച്ചുമറിയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എം.കെ. സ്റ്റാലിനും DMK-യും കൊടികുത്തി വാഴുമെന്നുറപ്പാണ്. സൂപ്പർ താരം വിജയുടെ തമിഴക വെട്രിക്കഴകവും AIDMK, BJP പാർട്ടികളും ചേർന്ന് മൂന്നാം മുന്നണിയും ചേർന്ന് തമിഴ്നാടിനെ മറ്റൊരു പോർമുഖമായി ഉയർത്തുന്നുണ്ട്. നിലവിൽ ഭരിക്കുന്ന DMK എന്ന ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണികളുണ്ടാകില്ലെന്നും എളുപ്പത്തിൽ തന്നെ തുടർഭരണത്തിൽ സ്റ്റാലിൻ ഇരിക്കുമെന്നുമാണ് സൂചനകൾ പുറത്തുവരുന്നത്. അന്തിമ സർവേ പ്രകാരം DMK-യുടെ നേതൃത്വത്തിലുള്ള മുന്നണി 40.1% വോട്ട് വിഹിതത്തോടെ 181 മുതൽ 189 സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ഇത് 234 അംഗ നിയമസഭയിൽ പകുതിയിലധികം വരും. ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഭരണസഖ്യം തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലെത്താനുള്ള വഴിയൊരുങ്ങിക്കഴിഞ്ഞു. ഒരു നിയോജക മണ്ഡലത്തിൽ ഏകദേശം 500 പേരെ നേരിട്ട് കണ്ട് 1.17 ലക്ഷം പേരുടെ ഒരു വലിയ സാമ്പിൾ സൈസിനെ അടിസ്ഥാനമാക്കി നടത്തിയ സർവേയിൽ ക്ഷേമ പദ്ധതികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള DMK-യുടെ ഭരണ മാതൃക വോട്ടർമാരിൽ ശക്തമായി പ്രതിധ്വനിക്കുന്നത് തുടരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കലൈഞ്ചർ മകളിർ ഉറിമൈ തോഗൈ എന്ന പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, സ്കൂൾ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതി തുടങ്ങിയ മുൻനിര സംരംഭങ്ങൾ പ്രധാന വോട്ട് നിയന്ത്രകരായി ഉയർന്നു വന്നിട്ടുണ്ട്. ഗ്രാമീണ അർദ്ധനഗര വീടുകളിൽ പാർട്ടിയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എടപ്പാടി K. പളനിസ്വാമി നയിക്കുന്ന AIDMK-യാണ് പ്രധാന പ്രതിപക്ഷ സംഘം. പാർട്ടി 29% വോട്ട് വിഹിതത്തോടെ 38 മുതൽ 42 സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ഒരു പ്രധാന വോട്ടർ അടിത്തറ നിലനിർത്തിയിട്ടും ഈ സഖ്യം ഘടനാപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആന്തരിക വിഭാഗീയത, നേതൃത്വ പോരാട്ടങ്ങൾ, കേഡർ ശക്തിയുടെ ക്ഷയം, പ്രത്യേകിച്ച് ഡെൽറ്റയിലും തെക്കൻ മേഖലകളിലും പാർട്ടി ദുർബലമായി കഴിഞ്ഞു. BJP-യുടെയും PMK-യുടെയും പിന്തുണയും PMK പോലുള്ള പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണയുമായി കൂടിച്ചേരുമ്പോൾ സഖ്യത്തിന് ഇപ്പോഴും സ്വാധീനത്തിന്റെ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ പിന്തുണ വ്യാപകമല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായി കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. മാന്യമായ വോട്ട് വിഹിതം ഉണ്ടായിരുന്നിട്ടും ഈ കേന്ദ്രീകരണം സീറ്റ് നേട്ടത്തെ ഏറെ പിന്നോട്ടടിക്കുന്നുണ്ട്. വിജയ് ഘടകവും തമിഴ്നാട് പോരാട്ടത്തിന്റെ മറ്റൊരു ഘടകത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. സർവേയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിലൊന്നാണ് നടനും രാഷ്ട്രീയക്കാരനുമായ വിജയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെയും പ്രകടനം. TVK 23.9% വോട്ട് വിഹിതം നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട്. പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിലെത്തുമ്പോൾ അത് 8 മുതൽ 10 സീറ്റുകൾ മാത്രമായി ചുരുങ്ങും. വോട്ട് വിഹിതത്തിനും സീറ്റുകൾക്കും ഇടയിലുള്ള ഈ അന്തരം ഒരു പ്രധാന ഘടനാപരമായ പ്രശ്നത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. വിജയ്ക്ക് തമിഴ്നാട്ടിൽ ചില ശക്തി ഘടകങ്ങളുണ്ട്. ആദ്യമായി വോട്ട് ചെയ്തവർ, നഗര യുവാക്കൾ, DMK-യിലും AIDMK-യിലും ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അവർ TVK-ക്ക് പിന്തുണ നൽകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ പിന്തുണയ്ക്കുന്ന വ്യക്തിയായി M.K. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് 41% പേരുടെ പിന്തുണയുണ്ട്. പിന്നിൽ വിജയാണ്. വിജയ്ക്ക് 27.1% പിന്തുണയുണ്ട്. എടപ്പാടി K. പളനിസ്വാമി 24.1% പേരുടെ പിന്തുണയുമായി മൂന്നാമതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ DMK-യുടെ ക്ഷേമാധിഷ്ഠിത ഭരണവും ഭിന്നിച്ച പ്രതിപക്ഷവും ചേർന്ന് ഭരണസഖ്യത്തിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് വ്യാപകമല്ല എന്ന് കാണാൻ സാധിക്കും. ഇതിനും അപ്പുറമായി ഒരു ഘടകം കൂടി DMK-ക്ക് അനുകൂലമായി വർത്തിക്കുന്നുണ്ട്. AIDMK നയിക്കുന്ന ബ്ലോക്കും വിജയ് നയിക്കുന്ന TVK-യും തമ്മിലുള്ള വിഭജനം പ്രതിപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തെ തടയുന്നത് DMK-ക്ക് ഗുണം ചെയ്യും. അട്ടിമറികൾ നടന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ DMK ഭരണത്തിലിരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം.